അൽഫായിദ എന്നോ അങ്ങനെ പറഞ്ഞൊരു സൊസൈറ്റി. അതായത് പിന്നെ ഈ പലിശരഹിത സൊസൈറ്റി, പലിശ ഇല്ലാത്ത ഒരു സൊസൈറ്റി. അങ്ങനെ അത് സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ചീഫ് പ്രൊമോട്ടർ ഷാജറാണ്, പിന്നീട് അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ളതും ഷാജറാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ പണം ഡിപ്പോസിറ്റ് വാങ്ങിയിരിക്കുന്നു, ഈ സൊസൈറ്റി ഡിപ്പോസിറ്റ് വാങ്ങിയിരിക്കുന്നു. ആ മയിൽ നിന്നല്ല ധാരാളം ആളെടുത്ത് ഡിപ്പോസിറ്റ് വാങ്ങിയിരിക്കുന്നു. എന്നാൽ ഇന്നിപ്പോൾ ആ സൊസൈറ്റി പ്രവർത്തിക്കുന്നില്ല, ഡിപ്പോസിറ്റ് തിരിച്ചു കൊടുത്തിട്ടുമില്ല. ഡിപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ പാർട്ടിയിൽ ഒരുപാട് പരാതി വന്നിരുന്നു ഡിപ്പോസിറ്റ് കൊടുത്തവർ. കാരണം ഇത് പാർട്ടി സ്ഥാപനമാണെന്നുള്ളതുകൊണ്ട് ഡിപ്പോസിറ്റ് കിട്ടാതിപ്പോൾ പാർട്ടിയിൽ പരാതി വന്നു. പാർട്ടി സംബന്ധിച്ച് പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്, ഒരു തവണയും രണ്ട് തവണയല്ല. മയിൽ ഏരിയ കമ്മിറ്റി പലതവണ ഗൗരവത്തിൽ ചർച്ച ചെയ്തു, ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു. കാരണം ഇത് ജില്ലാ കമ്മിറ്റി നിയന്ത്രണത്തിലുള്ളതാണ്. ഗവൻ ഷാജറാണെങ്കിൽ അത് പാർട്ടി ജില്ലാ കമ്മിറ്റി നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് എഴുതി കൊടുത്തു. മയിൽ ഏരിയ കമ്മിറ്റി ഈ പൈസ കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം, ഇത് നിമിത്തം ആൾക്കാരുടെ വല്ല ആക്ഷേപമുണ്ട്. കാരണം ഇത് പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ അവിടുത്തെ ന്യൂനപക്ഷ കമ്മിറ്റിയുണ്ട്, പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള കമ്മിറ്റിയുണ്ട്, ന്യൂനപക്ഷ കമ്മിറ്റി. ആ കമ്മിറ്റി നടക്കുക തന്നെ ചെയ്യാറില്ല, ആളുകൾ ആ കമ്മിറ്റി തന്നെ പങ്കെടുക്കാറില്ല ഇതിൽ പ്രതിഷേധിച്ചിട്ട്. അവരെല്ലാം ഞാൻ പാർട്ടിയിലുള്ളപ്പോൾ തന്നെ എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്, പാർട്ടി ഏരിയ കമ്മിറ്റിയോട് പരാതി പറഞ്ഞിട്ടുണ്ട്, ജില്ലാ കമ്മിറ്റിയിൽ കത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മിറ്റികളൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ സെക്രട്ടേറിയറ്റിലപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ മയ്യിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള അനിൽകുമാർ വളരെ ശക്തമായി തന്നെ ഇത് തിരിച്ചു കൊടുക്കണം, ഇതൊരു പറ്റിക്കലാണ് എന്നുള്ള നിലയിൽ ശക്തമായി തന്നെ ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി അത് തിരിച്ചു കൊടുക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് ജില്ലാ കമ്മിറ്റിക്ക് അന്നുണ്ടായിരുന്നത്. പക്ഷെ തിരിച്ചു കൊടുത്തിട്ടില്ല. തിരിച്ചു കൊടുക്കാതിൻ്റെ പേരിൽ വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞു. പിന്നെയും കഴിഞ്ഞപ്പോൾ ഈ പണം തിരിച്ചു കൊടുക്കാൻ ഈ അൽഫായിദ സൊസൈറ്റി തയ്യാറായിട്ടില്ല. അത് മാത്രമല്ല ഇപ്പോൾ സൊസൈറ്റി തന്നെ ഇല്ല. അപ്പോൾ ഇതൊരു വലിയ പറ്റിക്കലായിട്ടാണ് ഈ പണം നിക്ഷേപിച്ചവർ കരുതിയത്. അവർ ഈ പലതവണ പാർട്ടിയോട് പറഞ്ഞിട്ടും പാർട്ടി നേതാക്കളോട് പറഞ്ഞിട്ടും ഒരു ഫലമില്ല എന്ന് വന്നപ്പോൾ അവരെല്ലാം പാർട്ടിയോട് പ്രതിഷേധിച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പം ഞാൻ MLA ആയതിനു ശേഷമാണ് അതിൽ വീണ്ടും ഈ പണം ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി MLAയുടെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു കത്ത് തരുന്നത്. ഒരു പണം കിട്ടാനുള്ള ഒരാൾ എനിക്കൊരു കത്ത് തന്നു. സ്വാഭാവികമായിട്ടും ഒരു സൊസൈറ്റി പണം വാങ്ങി ഡിപ്പോസിറ്റ് വാങ്ങി വഞ്ചിച്ചതാണെങ്കിൽ, കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൊടുപ്പിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടിയ പരാതി ഞാനത് മുഖ്യമന്ത്രിക്ക് കൈമാറി. ഇങ്ങനെ ഡിപ്പോസിറ്റ് വാങ്ങി തിരിച്ചു കൊടുക്കാതെ ഇങ്ങനെ ആളുകളെ പറ്റിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തവർക്ക് പണം ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. മുഖ്യമന്ത്രി അത് ഉടനെ തന്നെ സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള നടപടി ഞാൻ സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി എന്നോട് പറയുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ആ മയിൽ കുറേ ആളുകളുണ്ട്, 1 ലക്ഷം മുതൽ ഇങ്ങോട്ട് 50,000, 10,000, 5,000 ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊന്നും പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് പൈസ തിരിച്ചു കിട്ടണം എന്നുള്ള ആഗ്രഹം സ്വാഭാവികമുണ്ടാവും. മാത്രമല്ല പാർട്ടി എന്ന് പറയുന്നത് പൂർണ്ണമായും സത്യസന്ധത പാലിക്കണം എന്നുള്ളതാണ് പാർട്ടി അണികളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആരെയും പറ്റിക്കാൻ പറ്റിയിട്ടില്ല. ഇതൊരു പറ്റിക്കലാണ്. അതാരായിരുന്നാലും, ആ സൊസൈറ്റിയെ നയിച്ചവർ ആരായിരുന്നാലും അത് പാർട്ടി നിയന്ത്രണത്തിലാവുമ്പോൾ പാർട്ടി യഥാർത്ഥത്തിൽ ഡിപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാൻ ബാധ്യതയുള്ളതാണ്. പാർട്ടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഡിപ്പോസിറ്റേഴ്സ് ഇപ്പോൾ എന്നെ സമീപിച്ച് ഈ ഡിപ്പോസിറ്റ് കിട്ടുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം, ഇപ്പോൾ സൊസൈറ്റി തന്നെ നിലവിലില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് അന്വേഷിക്കണം എന്നാണ് ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഏർപ്പാട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് പല ഡെപ്പോസിറ്റുകളും ഈ ഷാജർ ഈ ഒരു ഫായ്ദയിലേക്ക്, ഈ ഒരു നിക്ഷേപ സൊസൈറ്റിയിലേക്ക് എത്തിച്ചത് എന്നുള്ള ആരോപണമുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതെ. രാഷ്ട്രീയ സ്വാധീനം ഇല്ലെങ്കിൽ മയിൽ നിന്ന് മയിൽക്കാരായാലും ഡിപ്പോസിറ്റ് ചെയ്യില്ലല്ലോ. മയിലെ പാർട്ടിയും പാർട്ടി സഹാക്കളും പറഞ്ഞുകൊണ്ടല്ലേ ഡിപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ ആ ഡിപ്പോസിറ്റ് ചെയ്താൽ തിരിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ പാർട്ടി പറഞ്ഞിട്ടാണ് ഡിപ്പോസിറ്റ് ചെയ്തത്, അല്ലാണ്ട് ഇതിൽ വേറെ ഒരു ഇതുമില്ല. പാർട്ടി പറഞ്ഞിട്ടാണ് ഡിപ്പോസിറ്റ് ചെയ്തത്. പാർട്ടി തിരിച്ചു കൊടുക്കാൻ പറ്റാതെ തിരിച്ചു കൊടുത്തില്ല. അപ്പോൾ അതൊരു വഞ്ചനയാണ്.